ഞാൻ ചെയ്യാൻ പോണത് ബീഫും പച്ചക്കായും ഇട്ടിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു കറിയാണ്. അതിനു വേണ്ടി ഞാൻ ബീഫ് 1/2 കിലോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ പച്ചക്കായ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി, ചെറിയുള്ളി, 2-3 സവാള അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഗരം മസാല, ഇറച്ചി മസാല, കുരുമുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ്, വേപ്പില, വെളിച്ചെണ്ണ. ഇതിൻ്റെ മസാല ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടണം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടാവുമ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നല്ലോണം ഇതിൻ്റെ മല്ലിയുടെയും മഞ്ഞളുടെയും മുളകിൻ്റെ ഒക്കെ കുത്തു മാറണ വരെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാം. ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടാക്കിയ മസാല ഇതിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിച്ചിട്ട് നല്ലവണ്ണം ഈ ബീഫിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ തിരുമ്മിയിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഒരു 5 വിസിലടിക്കുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. 5 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ ഇറക്കി വെക്കുകയാണ്. നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. സവാള വഴന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നു. അതേപോലെ അതോടൊപ്പം തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇടുന്നുണ്ട്. ഇത് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ഉപ്പ് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. സവാള നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മറ്റുള്ള ചേരുവകൾ, അതായത് തക്കാളി, പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി നമ്മൾ ബീഫിലിട്ട് വേവിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് പൊടികൾ കൂടി ഇതിലേക്ക് ഇടണം. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ബീഫ് നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാല റെഡിയാക്കിയതിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കായ അരിഞ്ഞു വെച്ചതും ചേർത്ത് വേവിക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ്, ഗരം മസാല മണത്തിന്, ഇറച്ചി മസാല 1 ടീസ്പൂൺ. നന്നായി ഒക്കെ ഇളക്കി ചേർത്ത് കായ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 10-15 മിനിറ്റോളം ഞാൻ കായ വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് മൂടി വെച്ച് കായ നന്നായി വെന്തിട്ടുണ്ട്. ബീഫും കായയും നാടൻ രീതിയിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.